ഇന്ന് നമ്മൾ കൂന്തൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കണവ എന്ന് പലരും പറയുന്ന അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഒരു നല്ല റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്, പിന്നെ തക്കാളി, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയുമാണ് കറിവേപ്പില, ഇത്രയുമാണ് വേണ്ടത്. അതിൻ്റെ കൂടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മസാലപ്പൊടികൾ അതും കൂടി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എല്ലാം ചേർത്തിട്ട് നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മൾ ചട്ടി ചൂടാക്കിയതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ കുറച്ച് ഒഴിക്കാം, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിൽ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ ഇഞ്ചിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നേരം ചൂടാക്കിയെടുക്കാറുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് വെക്കുന്നത്. ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിന് ശേഷം നമുക്ക് 2 അല്ലി കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വട്ടത്തിൽ അരിഞ്ഞതാണ്, അത് കീറിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒരുപാട് വലിയ പീസായിട്ടല്ല, ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇത് മത്സ്യം വേവുന്ന സമയത്തിൻ്റെ ഉള്ളിൽ അത് വെന്തോളും. ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങൊന്നും വെന്തിട്ടില്ല, എപ്പോഴൊന്നും വെന്തിട്ടില്ല, മത്സ്യത്തിൻ്റെ കൂടെ അത് വേവും. ഇപ്പം ഇനി നമുക്കിത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മത്സ്യം ഉണ്ടാക്കുന്ന സമയത്ത് മസാലയൊക്കെ തിളച്ചതിൻ്റെ ശേഷം ആണ് നമ്മൾ മത്സ്യം ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതിന് കുറച്ച് നമ്മൾ ഈ കണവ എന്നുള്ള മത്സ്യത്തിലേക്ക് കൂന്തൽ എന്ന് പറയുന്ന മത്സ്യത്തിന് കുറച്ച് വേവുള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മത്സ്യവും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ കുറേ ഇടണ്ട, 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചെറിയൊരു സ്പൂണ്, ഇനി ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി,
ഇനി ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി തക്കാളിയും കൂടി അരച്ചിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി കുറച്ച് തിക്കായി കിട്ടാൻ, പിന്നെ അത്യാവശ്യം പുളി നമ്മൾ വേറെ ചേർക്കണില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് പേസ്റ്റ് ആക്കിയത് ഇതിൽ ചേർക്കുന്നത്. ഇനി അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. മത്സ്യം കൂടി ഇട്ടതിൻ്റെ ശേഷം അടച്ചു വയ്ക്കാം. ഇതിൽ അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും കൂടി ഇട്ട അരച്ചെടുത്ത പേസ്റ്റാണ് ഇതിൽ ഇട്ടത്. അതൊന്ന് വെന്താതെ ഒന്ന് അടിയാൽ മതി. അങ്ങനെ ആയാതെ നമുക്കിതിലേക്ക് മത്സ്യം ചേർത്ത് കൊടുക്കാം. കണവ മത്സ്യം വൃത്തിയാക്കിയതിന് ശേഷം വട്ടത്തിലാണ് ഞാൻ മുറിച്ചത്. അതങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതെല്ലാം അത് രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ അങ്ങനെയും ഫുൾ ഓപ്പണായിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ റൗണ്ടായിട്ടാണ് മുറിച്ചെടുത്തത്. ചിലത് നീളത്തിൽ കട്ടായിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ട. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് ചിലപ്പോൾ അത് കുറച്ച് ഹാർഡാവും. ഇതൊക്കെ വെള്ളം ഒഴിക്കാതെ തന്നെ നല്ല ഫ്രഷായ മത്സ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. വെള്ളം ഒഴിക്കാതെ തന്നെ അത് വെന്ത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ചതിൻ്റെയൊക്കെ ശേഷമേ ഉപ്പൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് നമ്മളുടെ ഇലകൾ ഉപയോഗിച്ചിട്ട് തന്നെ അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് വരും. ചട്ടിയും ഇലയും വാഴൻ്റെ ഇലയും ഒക്കെ ആകുമ്പോൾ അതിനൊരു വാടിയാൽ നല്ല സ്വാദാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അതുകൊണ്ട് അടച്ചു വയ്ക്കാം. ഇല കമഴ്ത്തിയിട്ട് നമുക്കിതിൽ അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കണം എന്തായാലും. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. വെന്തോ പിന്നെ തുറന്ന് വെച്ച് ചിലപ്പോൾ കുറച്ചും കൂടി വേവിക്കേണ്ടി വരും. ഇല പ്ലേറ്റിൻ്റെ ഒപ്പം പോരുന്നുണ്ട് തോന്നുന്നു. ഇല പ്ലേറ്റിൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ഗരം മസാല ചേർത്തിട്ടില്ല, അത് ചേർത്ത് കൊടുക്കണം. ഇനി ഓപ്പൺ ആയിട്ട് ഈ വെള്ളം വറ്റട്ടെ. അതിന് ഇനി ഒരു എക്സ്ട്രാ 5 മിനിറ്റും കൂടി സമയം എടുക്കും. ഉപ്പ് നോക്കാം. അപ്പോൾ പിന്നെ ഉപ്പ് ഇട്ട് നോക്കാം. കുറവാണെങ്കിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതാണ് വേണമെങ്കിൽ വറ്റി വരുമ്പോൾ ശരിയാവും. ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പുണ്ട്. അതുപോലെ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മളൊരു 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ഇനി അത് വരട്ടെ, ഇളക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി എടുക്കും ശരിയാവാൻ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടേ നല്ല വെന്തിട്ടുണ്ട്. ഇത് വെന്തിട്ടില്ല വെച്ചെങ്കിൽ നമുക്കിത് റബ്ബർ പോലെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം വെന്തിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് കഴിച്ച് നോക്കാം. 1/2 മണിക്കൂറായി നമ്മളിത് വേവിക്കണം. അപ്പോൾ വേണമെങ്കിൽ ഒരു കഷ്ണം എടുത്തിട്ട് ഇപ്പോൾ കഴിച്ച് നോക്കാം വെന്തോ എന്നുള്ളത്. സോഫ്റ്റായിട്ട് നമുക്ക് കടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തു എന്നാണ്. ഞാൻ നോക്കാം ഇത് വെന്തോ എന്നുള്ളത് കേട്ടോ. വേവാതിരിക്കാനൊരു വഴിയില്ല, വെന്തിട്ടുണ്ടാവും എന്തായാലും. ഒന്നുകൂടി നോക്കണമെന്നേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ ഇത് സ്വിച്ച് ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി 2 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ.